We all have been hearing and talking a lot these days about Paris Agreement. Now, what exactly is Paris Agreement? Who all are the stakeholders? What are the causes which led to this agreement and how does the world benefit from it? We are having a 3 video series on this topic and talking to us on this will be Mr. Biju Nilambaran. Friends, this is Only Green and Only Green is all about making our world a greener place. Let's hear in detail what Paris Agreement is. Over to Mr. Biju. Let me start today's video with a story. An old story. A story about a flock of pigeons. കാട്ടിലൂടെ സ്വച്ഛന്തം വിഹരിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം കിളികൾ ഒരു ദിവസം കുറേ ധാന്യം കണ്ടു. ആ ധാന്യത്തിൻ്റെ അടുത്തേക്ക് അത് കഴിക്കാനായിട്ട് പോയപ്പോൾ ഒരു വലയിൽ പെടുകയും ചെയ്തു. എല്ലാവരും കേട്ടിട്ടുള്ള കഥ. ആ വലയിൽ നിന്ന് അവർ രക്ഷപ്പെട്ട രീതി. നമ്മൾ ഓരോരുത്തരും ഓരോ ദിക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒറ്റയടിക്ക് എല്ലാവർക്കും കൂടെ മേളിലേക്ക് ഒരുമിച്ച് പറന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാമെന്ന് കൂട്ടത്തിലൊരു കിളി മനസ്സിലാക്കുക, ബാക്കി എല്ലാവരുടെ പറയുകയും ആ കിളികൾ ഒരുമിച്ച് ആ വലയുമായിട്ട് ചേർന്ന് മേളിലേക്ക് പറക്കുകയും ചെയ്ത കഥ. പഞ്ചതന്ത്രത്തിലെ ഒരു കഥയുടെ വേർഷനാണ് ഞാൻ പറഞ്ഞത്. ഈ കഥയിൽ നിന്ന് ഗുണപാഠമായിട്ട് പറയുന്നത് യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്നുള്ളതാണ്. ആ യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഉദാഹരണമാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം, അഥവാ പാരീസ് അഗ്രിമെന്റ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന, സസ്റ്റൈനബിലിറ്റിയെ പറ്റി ചിന്തിക്കുന്ന എല്ലാവരും വിശദമായി തന്നെ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു അഗ്രിമെന്റാണ് പാരീസ് അഗ്രിമെന്റ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എന്തിനെ പറ്റിയാണ് എന്നുള്ളതിനെ പറ്റി രണ്ടാമത് നമുക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. അപ്പോൾ പാരീസ് അഗ്രിമെന്റിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിങ്ങും. നമ്മുടെ കഥയിൽ പറഞ്ഞതുപോലെയുള്ള കിളികളെല്ലാം പല ഡയറക്ഷനിൽ കിടന്ന് അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഡയറക്ഷനിൽ കിടന്ന് വലിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 1979 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആദ്യമായിട്ടൊരു വേൾഡ് ക്ലൈമറ്റ് കോൺഫറൻസ് നടത്തി. അത് ശരിക്കും ഒരു സയൻറ്റിഫിക് കോൺഫറൻസ് ആയിരുന്നു. ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയും ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയുള്ള പല ഡിസിപ്ലിൻസിലുള്ള ശാസ്ത്രജ്ഞന്മാർ ഒത്തുകൂടിയൊരു സ്ഥലം. ഈ WCC എന്ന് പറയുന്ന രണ്ടാമത് അവരുടെ കോൺഫറൻസ് 1990 നടത്താൻ ഉദ്ദേശിച്ചത്. അതിനു മുമ്പ് തന്നെ 1988 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനും UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെൻറ്റ് പ്രോഗ്രാമും ചേർന്നിട്ട് ഇന്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് IPCC എന്ന് പറഞ്ഞിട്ട് ഒരു സയൻറ്റിഫിക് പാനൽ ഉണ്ടായി. അപ്പോൾ ഈ പാനലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് സർക്കാരുകളിൽ ഗവൺമെൻറ് ലെവലിലുള്ള ആൾക്കാർക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയിട്ടും ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ടുമുള്ള സയൻറ്റിഫിക് ഫാക്ട്സ് ഷെയർ ചെയ്യും. Find out the scientific information which is related to global warming and climate change and share it with the global leaders. ഇതായിരുന്നു IPCCയുടെ പ്രൈമറി ഒബ്ജക്റ്റ്. സോ 1988 IPCC ഫോം ചെയ്തു. 1990 സെക്കൻഡ് വേൾഡ് ക്ലൈമറ്റ് കോൺഫറൻസ് നടന്നു. 1992 റിയോ സമ്മിറ്റ്, എർത്ത് സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് 1992 റിയോയിൽ വെച്ചിട്ട് എർത്ത് സമ്മിറ്റ് നടത്തി. അതിന് നടത്തിയത് ആക്ച്വലി WMOയും UNEPയും ചേർന്നിട്ടാണ് നടത്തിയത്. പക്ഷെ അതിൻ്റെ ഉദ്ദേശം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. സയൻറ്റിഫിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സെറ്റ് ചെയ്തു IPCC എന്ന് പറയുന്ന പാനൽ. ദ നെക്സ്റ്റ് തിങ് വാസ് ടു ബ്രിങ് ദ വേൾഡ് ലീഡേഴ്സ് ടുഗെദർ, ഫോർ വിച്ച് ദേ റിക്വയർഡ് എ ഫ്രെയിം വർക്ക്. അവിടെ വെച്ചിട്ട് പ്രപ്പോസ് ചെയ്ത ഫ്രെയിം വർക്കാണ് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിം വർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, UNFCCC എന്ന് പറയുന്ന ആ ഫ്രെയിം വർക്ക്. അതിൽ ഇന്ന് ഏതാണ്ട് 197 രാജ്യങ്ങൾ സിഗ്നേറ്ററീസ് ആണ്. ശരിക്കും ആ 94 നിലവിൽ വന്ന ആ UNFCCCയിലാണ് നമ്മളുടെ ഈ പാരീസ് അഗ്രിമെൻ്റ് ഒരു ശരിക്കും സ്റ്റാർട്ടിങ് എന്ന് ഫോർമലായിട്ടുള്ള സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായി UNFCCCയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് നമ്മൾ അറിയുന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അല്ലെങ്കിൽ COP എന്ന് പറയുന്ന റെഗുലറായിട്ട് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സിഗ്നേറ്ററി മെമ്പേഴ്സിൻ്റെ കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് കോൺഫറൻസ് വാസ് ഇൻ 1994 വിച്ച് ഹാപ്പൻഡ് ഇൻ ബെർലിൻ. ആൻഡ് പാരീസ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത 2015 കോൺഫറൻസ് ഇസ് ആക്ച്വലി ദ 21st കോൺഫറൻസ്. സോ COP1 മുതൽ COP21 വരെയുള്ള ഡിഫറെൻറ്റ് കോൺഫറൻസ്. അതിന് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ അറിയുന്ന ഒരുപാട് കോൺഫറൻസസ് ഉണ്ട്, അറിഞ്ഞുകൂടാത്ത കോൺഫറൻസസ് ഉണ്ട്. ഇപ്പോൾ 2009 കോപ്പൻഹേഗൻ കോൺഫറൻസ് ശരിക്കും ഒരുപാട് നമ്മൾ അറിഞ്ഞതാണ്. ആൻഡ് അത് ആക്ച്വലി നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് അറിയപ്പെട്ടത്. ഒരുപക്ഷെ നമ്മുടെ ക്ലൈമറ്റ് ടോക്സ് ഫെയിലിയർ ആയി എന്ന ആൾക്കാർ തീരുമാനിച്ച ഒരു കോൺഫറൻസ് ആയിരുന്നു കോപ്പൻഹേഗൻ.
ബട്ട് ദ സെക്രട്ടേറിയറ്റ് ഓഫ് UNFCCC അവർ ഒരുപാട് എഫേർട്സും നല്ല സ്ട്രാറ്റജിയും യൂസ് ചെയ്തിട്ട് they were actually be able to bring the talks back on track and get all the governments in 2015 to sign a document which was acceptable to everyone. So ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും ഞാൻ ആ കഥയിലേക്ക് പോകും, where all the small birds were pulling in different directions of their interest. The secretariat of the UNFCCC and of course all the global leaders were able to bring a consensus on what the world wants in terms of climate change and global warming. Now let me also just share some numbers regarding the 2015 Paris conference, of which the Paris Agreement was the outcome. The reason why I'm sharing these numbers is for us to just have an understanding of the kind of complexities that were involved. The Paris conference of 2015 started on November 30th and the conference ended on December 11th, and the Paris Agreement was signed off on December 12th. 196 countries participated, and this 196 countries had around 38 to 40,000 delegates. Okay, just imagine the number of people involved. And these 40,000 delegates were actually part of around 19 different interest groups. Okay, so the interest groups like G77 plus China, like-minded developing countries, small island nations. So there were around 19 different groups of different interests and perspectives. So remember again the story of the different birds. Now these 11-12 days, different points were discussed, and the secretariat of the UNFCCC was able to bring together a draft document which was acceptable to everyone, which I think is a major feat. And kudos to all the world leaders who also saw that okay, ഇതാണ് നമ്മൾക്കുള്ള ഒരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള മനസ്സിലായി ആ ഡെലിഗേറ്റ്സിന് കറക്റ്റായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക, നല്ല രീതിയിൽ പാരീസ് കോൺഫറൻസ് ഒരു നല്ല എഗ്രിമെൻറ്റിൽ കൺക്ലൂഡ് ചെയ്യാൻ സാധിച്ചു. ഇനി നമുക്ക് എന്താണ് പാരീസ് എഗ്രിമെൻറ്റിൻ്റെ കണ്ടന്റ്? ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, ഒരുപാട് പോയിന്റ്സ് വരികയും ചെയ്തതാണെങ്കിലും പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് പാരീസ് എഗ്രിമെൻറ്റിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ടെമ്പറേച്ചർ ലിമിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള പോയിന്റാണ്. ഇതിൽ പറയുന്ന 2 degrees ഓർ ഐഡിയലി 1.5 degree above the പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ. എന്താണ് ഈ പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ? പ്രീ ഇൻഡസ്ട്രിയൽ ലെവലായിട്ട് നമ്മുടെ ഈ UNFCCC എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ IPCCയുടെ അഡ്വൈസ് പ്രകാരം UNFCCC എടുത്തിരിക്കുന്നത് 1850 to 1900 ആണ്. അപ്പോൾ ശരിക്കും ഇൻഡസ്ട്രിയൽ ഏജ് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ എന്ന് പറഞ്ഞാൽ അതല്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് എനി റെക്കോർഡഡ് ടെമ്പറേച്ചേഴ്സ് ബിഫോർ ദാറ്റ്. ഒഫീഷ്യലി റെക്കോർഡ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് അതിന് മുമ്പില്ല. സോ 1850 to 1900 ആണ് നമ്മൾ ടെക്നിക്കലി ഡോക്യുമെന്റിൽ പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ ഓഫ് ടെമ്പറേച്ചർ എടുത്തിരിക്കുന്നത്. ഇനി എന്താണ് ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞെടുക്കുന്നത്? ഗ്ലോബൽ ആവറേജ് സർഫസ് ടെമ്പറേച്ചറാണ്. അപ്പോൾ ഗ്ലോബൽ ആവറേജ് സർഫസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് തിങ്ക് ദാറ്റ് ഓക്കെ ഇറ്റ് ഇൻക്ലൂഡ്സ് ആർട്ടിക്, അന്റാർട്ടിക്, ഇറ്റ് ഇൻക്ലൂഡ് സഹാറ, എല്ലാ സ്ഥലങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പം ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും പല ഇതാണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒതൻറ്റിക് ആയിട്ടുള്ള അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള റെക്കോർഡ്സ് പറയുന്നത് 1850 to 1900 they have taken the temperature as around 13.73 degree centigrade. 13.73 degree centigrade. അതിൻ്റെ ബേസിസിലാണ് എത്രത്തോളം ടെമ്പറേച്ചർ കൂടുന്നത്. ഇറ്റ് ഇസ് മെഷേർഡ് എവറി ഡെക്കേഡ്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ വൈസ് നോക്കി കഴിയുമ്പം ഇനീഷ്യൽ ആദ്യമുള്ള പീരീഡിലൊക്കെ 1900 വളരെ ചെറിയ ഇൻക്രീസ് ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ബട്ട് ആസ് വി മൂവ് ഫോർവേഡ് 10 വർഷം കൂടുമ്പോൾ ഒരു ഡെക്കേഡിൽ 0.2 degree centigrade വരെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2016 ലാസ്റ്റ് നോക്കിയ റിപ്പോർട്ട് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ we are around 0.87 degree higher as compared to the pre-industrial level of 13.7. ആൻഡ് ഇന്നത്തെ ഒരു റേസിൻ്റെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2040-2050 ആകുമ്പോഴത്തേക്ക് 1.5 degree centigrade നമ്മൾ ക്രോസ് ചെയ്യും. സോ 1.5 degree above pre-industrial level of 13.7 degree. അപ്പോൾ ഈ ചെറിയ ചെറിയ ഇൻക്രീസ് ആകുമ്പോൾ 1 ഡിഗ്രിയിൽ കുറച്ചുള്ള ഇൻക്രീസ് ആയിട്ടുള്ളൂ. ബട്ട് just try to understand that our 0.87 degree difference കൊണ്ട് തന്നെ the changes that are happening around us in terms of extreme temperatures, in terms of floods, in terms of wildfires, ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകും. ആർട്ടിക് മെൽറ്റിംഗ് ഒക്കെ
these are things which are happening globally, and we have started to realize that these are the effects of global warming. അതാണ് point number one. Point number two എന്ന് വെച്ച് കഴിഞ്ഞാൽ we need to achieve a peak of global greenhouse gas emissions at the earliest and ensure that as a globe we are climate neutral by 2050. എന്താണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ്, ഫോസൽ ഫ്യൂവൽസ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് മാക്സിമം ഉണ്ടാകുന്നത്. So the moment we start shifting to other forms of fuels, the emissions in terms of greenhouse gases will start coming down. So our shift in a peak where you have stopped using your fossil fuels and started using other fuels, ഇത് താഴേക്ക് വരാനായിട്ട് തുടങ്ങും. ആ പീക്ക് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാം, which means we will have to shift to non-fossil fuel sources. And climate neutrality എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, see, point number one is that greenhouse gases can get emitted due to human and non-human activity. But there are also sinks which absorb these greenhouse gases, especially carbon dioxide. So, നമ്മുടെ forests and oceans are a big sink of our planet where these gases get absorbed. So, gases emit ചെയ്യുന്നത് absorb ചെയ്യാനായിട്ട് ആ ബാലൻസ് അച്ചീവ് ചെയ്യുന്നത് അതിനാണ് climate neutrality എന്ന് പറയുന്നത്. So, reduce or make sure that your greenhouse gas emissions are peaking at the earliest and ensure that as a world we are climate neutral by 2050. That's point number two. Point number three is regarding the NDCs, or Nationally Determined Contributions, and the 5-year cycle. So, 2015 the agreement was signed off and all countries had committed that by 2020 they will submit their NDCs and they will have a 5-year review and renewal process. So, NDCs എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് let me just try to give you a couple of examples. For instance, in the NDC document that has been committed by China, I'm talking about China because China is the largest greenhouse emitter, followed by US, then India, and Russia. So, these 4-5 countries are almost 50% of the global greenhouse gases emitted. So, China കൊടുത്തിരിക്കുന്ന NDC അനുസരിച്ചിട്ട് they are committing that they will achieve a greenhouse gas peak by 2030. They will make sure that by 2030, all commitments 2030 base ചെയ്തിട്ടാണ്. They are committing that they will have at least 20% of their fuel sources non-fossil fuel by 2030. So, ഇതാണ് ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ആയിട്ട്. അപ്പോൾ ഈ കമ്മിറ്റ്മെൻറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതും അവരുടെ NDC ഡോക്യുമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദീസ് ആർ ദ ക്ലിയർ കമ്മിറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇന്ത്യയുടെ കേസ് ഇന്ത്യ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2030 ആകുമ്പോഴത്തേക്ക് 40% of the electricity that we generate would be from non-fossil fuel sources. Okay, and it is also given different commitments. General example പറയുന്നു, നമ്മുടെ ഫോറസ്റ്റ് കവർ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ വേറൊരു NDC ഉണ്ട്. So every country has to submit their NDCs, and I think around 190 countries have already submitted their complete first NDCs. And I think 8 countries or 9 countries have submitted their second NDCs also. So if you look at it, 190 countries have actually got involved in it. They have ratified the Paris Agreement in their respective countries, and they have committed by giving their NDCs, which I think is a very positive sign. Now, the fourth point is regarding the financial, technological, and capacity building support. Now, നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ ആയിരുന്നു who will actually fund or bring the money to bring about these changes. Because see, the main contention was that, okay, between the developing and developed nations, the developing nations like India and China were saying that, okay, I mean, US, you are already developed. Now you can't come back to me and tell me that, okay, you stop burning fossil fuel, because for my country, for my people, I need to develop my country, and for that I need to have fossil fuels. Now if you're saying don't burn fossil fuels, give me an alternate technology, because you're already in a stage of development. So there needs to be a framework where the countries which require technology, which require financial support, and which require capacity building support have to get it. $100 billion fund ആണ് ഇപ്പോൾ ഫോം ചെയ്തത്, and the developed countries have committed to contribute towards it. Now, this fund, the countries, the member, the signatory countries can use for financial support, for technology development, and capacity building. So this is the fourth point. അഞ്ചാമത്തെ point ആണ് enhanced transparency framework.
UNEP പോലെ ഒരു ഫോറത്തിൻ്റെ കീഴിൽ സോവറൻ ആയിട്ടുള്ള ഗവൺമെൻറ്റ്സ് തമ്മിലുള്ള ഉടമ്പടികൾക്ക് നിയമപരമായ സാധ്യത കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫ്രെയിംവർക്ക് വളരെ അത്യാവശ്യമാണ്. ഓരോ രാജ്യങ്ങളും അവരവർ ഏറ്റെടുക്കുന്ന NDCs, നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്, നടപ്പിലാക്കുന്നുണ്ടെന്നുള്ളത്, എങ്ങനെ നടപ്പിലാക്കുന്നു, അതിൻ്റെ ഒരു പ്രോഗ്രസ്സും വ്യക്തമായി ട്രാൻസ്പെറൻ്റ് ആയിട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ UNFCCCയുമായിട്ട് ഷെയർ ചെയ്യും. അതാണ് ഈ ലാസ്റ്റ് പോയിന്റ്. സോ all these 5 points I think are very important, very good points, and I'm sure that all of us would now understand that how all these 5 points, if all the committed countries contribute to it, can actually bring about a change and lower global warming and hence mitigate the changes that are happening due to climate change. So this is Paris Agreement in a nutshell. Paris Agreement, like I mentioned before, is a very complex subject, and we have tried to limit the discussion to the basic facts which are to be known. പക്ഷെ ഇതിന് ശേഷം നമ്മളൊരു 2 ഭാഗങ്ങളായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അടുത്ത ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്ട്സ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഗ്ലോബൽ വാർമിംഗ്, ടെക്നിക്കലായിട്ടുള്ള കാര്യം. ആൻഡ് പിന്നീട് another video where we are trying to share our thoughts on how we as individuals and communities can work and do things which can contribute towards our NDCs, our country's NDCs, and hence help in this journey towards reining in global warming and climate change. So don't forget to watch the next few videos. This is Biju signing off from Ulli Green, where Ulli Green is all about making this world